Roche. ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആക്ച്വലി നമ്മളൊരു സിനിമ കാണാൻ പോവാണ്. അതെ ഗൈസ്, ഇന്ന് നമുക്കൊരു മൂവി നൈറ്റാണ്. അപ്പം പടം വേറെ ഒന്നുമില്ല. അപ്പം ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ മതിയാവും, അതായത് ഇപ്പം പടം കാണാൻ പോവാന്ന് പറയുമ്പം മെയിനായിട്ട് എമ്പുരാൻ തന്നെയാണ് കാണാൻ വേണ്ടി പോകണമെന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതായത് നമ്മൾ എമ്പുരാനാണ് കാണാൻ പോണത്. ഞാൻ, അമ്മ, അച്ഛൻ, കുഞ്ചു, അമ്മ, അപ്പോൾ ഞങ്ങൾ 5 ആൾക്കാരും കൂടിയാണ് സിനിമയ്ക്ക് കാണാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി. അപ്പോൾ ഞങ്ങൾ 10 മണിക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം 10:45 നമ്മളുടെ പടം തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ എവിടെ പോയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കോഴിക്കോട് രാമനാട്ടുകര സുരഭി മാളിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ അധികം അവിടെയാണ് കേട്ടോ പോവൽ. പിന്നെ അധികം ഞങ്ങൾ ഈ നൈറ്റ് ഷോക്കാണ് ബുക്ക് ചെയ്യൽ. കാരണം അച്ഛനും അമ്മയൊക്കെ പണി കഴിഞ്ഞ് വന്ന് അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഒരു ഫ്രീ ആവുന്ന ഒരു ടൈം എന്ന് പറയുന്നത് നൈറ്റായിരിക്കും. സോ അതുകൊണ്ട് ആ ടൈമിലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 5 ആൾക്കാരും കൂടെ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ എമ്പുരാൻ കാണുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ട്രെയിലറൊക്കെ കണ്ടു, ഒരു രക്ഷയില്ലേനു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയി നിൽക്കുകയാണ് പടം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇത് കാണുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മാക്സിമം ഈ ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബിൽ നിന്ന് ഈ ആൾക്കാരെ അഭിപ്രായം പറയണത് കേൾക്കാണ്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ കഥയൊക്കെ പറഞ്ഞാളും. പിന്നെ എൻ്റെ കൂടെയുള്ള ഓഫീസിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ഇവരൊക്കെ ചില ആൾക്കാരൊക്കെ പടം കണ്ടിന്. അപ്പോൾ ഞാൻ ഈ കഥ കേൾക്കാനേ നിൽക്കില്ല. കാരണം എന്താണ്, കാരണം ആ പടത്തത്തെ മൊത്തം കഥ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പടം കാണുന്നൊരു ഒരു ഇത് കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ കഥ കേൾക്കാണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഈ എമ്പുരാൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസോ കാര്യങ്ങളോ ഒന്നും കേൾക്കാണ്ട് ഈ ഒരു ദിവസം വരെ പിടിച്ചു നിന്നു കേട്ടോ. അതായത് അത് പടം റിലീസ് ചെയ്തത് തൊട്ടിട്ട് ഏപ്രിൽ 1 വരെ ഞാൻ പിടിച്ചു നിന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അതായത് നമ്മൾ സുരഭി മോളിൽ എത്തിയിട്ടോ, രാമനാട്ടുകരയാണ് എത്തിയിട്ടുള്ളത്. സോ ഇനി നമുക്കിവിടെ കാറൊക്കെ പാർക്ക് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഫില്ലാണ്. അപ്പം തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് മൊത്തം എന്താ പറയുക, മൊത്തം തിയേറ്റർ ഫുള്ളായിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ആ ടിക്കറ്റൊക്കെ എടുത്തു. ലൈക്ക് ഇവിടെയാണ് നമ്മളിനി പടം കാണാൻ വേണ്ടി പോണത് കേട്ടോ. പിന്നെ അതുപോലെ ഇപ്പോൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഘടകമാണ് തിന്നാനായിട്ട് ഈ പോപ്കോണും ലേസും അമ്മാതിരി സാധനങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പം എന്താ ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ് ആക്ച്വലി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പടം വിടുന്ന വരെ നിൽക്കുകയാണ്. അപ്പോൾ മുന്നുള്ളൊരു ഷോ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ. സോ അങ്ങനെ ലൈക്ക് ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അതാ കണ്ടോ, ടിക്കറ്റ് കൗണ്ടറിൽ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് ലൈക്ക് എമ്പുരാൻ ഹൗസ്ഫുൾ ആണെന്നുള്ള കാര്യം. മൊത്തം ഫില്ലായി നിൽക്കുകയാണ് ഗൈസ്, ഒന്നും പറയണ്ട. പിന്നെ ഇവിടെ ഒരു ജാഥയ്ക്കുള്ള ആൾക്കാരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിക്കാനുള്ള സാമഗ്രികളൊക്കെ വാങ്ങി റെഡിയാണ്. ഒരു പോപ്കോൺ വാങ്ങി, പിന്നെ അതുമാതിരി 2 ലേസ് വാങ്ങി. ഓറഞ്ച് ലേസ് എന്നും എനിക്കൊരു ഫേവറേറ്റ് ആണ്. സോ അതാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ പടം തുടങ്ങാനായി. ഞങ്ങൾ ഏകദേശം കയറിയൊക്കെ സെറ്റാണ്. പിന്നെ കുഞ്ചു തുടങ്ങിയിട്ടുണ്ട്, കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോവാണ്. അപ്പോൾ തിയേറ്ററിൽ മുന്നേ ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണിക്കുമല്ലോ. ലൈക്ക് ഇതിനകത്ത് ഈ ഒരു ആഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതായത് കേരളത്തിൻ്റെ മാലിന്യമുക്ത കേരളം ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം, അത് കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ പടം തുടങ്ങുകയാണ് ഗൈസ്. ടൈറ്റിലൊക്കെ കാണിച്ചതൊന്നും പറയാനില്ല, അടിപൊളിയേനു. പിന്നെ ഈ ലാലേട്ടൻ്റെ ഇങ്ങനത്തെ ഈ സീനൊക്കെ ഉണ്ടല്ലോ, ലൈക്ക് ഒരു കൈൻഡ് ഓഫ് റൊമാൻറ്റിഫിക്കേഷൻ വരുന്ന സംഭവങ്ങൾ കുറേ ഉണ്ട് ഈ സീൻസിൽ. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനും കുഞ്ചും ഐസ്ക്രീം വാങ്ങി. അതായത് നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവറാണ് വാങ്ങിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് വെറുതെ നോക്കിയപ്പോൾ അമ്മ ഇരുന്ന് ഉറങ്ങുന്ന ഗൈസ്. എമ്പുരാൻ കണ്ടിട്ട് ഇരുന്ന് ഉറങ്ങുന്ന അമ്മ. അപ്പം അച്ഛനും കുഞ്ചുമൊക്കെ ഭയങ്കര ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ അമ്മ അതിൻ്റെ ഇടയിൽ നീച്ച് അമ്മ അതിൻ്റെ ഇടയിൽ കൂടെ നീക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊന്നും പറയാനില്ല, എനിക്ക് ഈ ഫിലിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ലൈക്ക് എന്താ പറയുക, അതിൽ ഈ ഒരു ഫിലിമിൻ്റെ ഓവറോൾ മേക്കിംഗ് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ബാക്കി ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്, ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഒരു മേക്കിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ പടമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കണ്ടോ സമയം 2:10 AM ആണ് ഗൈസ്. അതായത് പുലർച്ചെ 2:10 നമ്മൾ പടം കഴിഞ്ഞ് ഇറങ്ങണത്. പടം കാണാൻ പോയി ഉറങ്ങിയാണ് അമ്മ. അടിപൊളി, സൂപ്പർ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ പടമൊക്കെ കണ്ട് നല്ല സാറ്റിസ്ഫൈഡ് ആയി. ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് പോണ ഒരു ടൈം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടേനു കേട്ടോ. മൊത്തത്തിൽ മഴയാണ്.
പിന്നെ റൂട്ടിലൊന്നും അങ്ങനെ കാര്യമായിട്ട് ആരും ഇല്ല. കാരണം ഏകദേശം ഈ ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഒരു 2:30 ഒക്കെ ആയിട്ടുണ്ട്. അത് പുലർച്ചെയാണ്. അപ്പോൾ കാര്യമായിട്ട് ആൾക്കാരൊന്നും ഇല്ലേനു റൂട്ടിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ വഴിയൊക്കെ കണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിടുകയാണ്. അപ്പോൾ കുഞ്ചു അതിൻ്റെ ഇടയിലൂടെ എന്തെല്ലോ കാണിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ചൊന്നും തീരെ ഉറങ്ങിയില്ല. തിയേറ്ററിൽ പോയിട്ട് ഫുള്ള് പടം കണ്ടിന്, മൊത്തം ഇരുന്ന് കണ്ടിന്, തീരെ ഉറങ്ങിയിട്ടില്ല. അന്നെന്താ പറഞ്ഞ എന്തിനാ തുടങ്ങിയെന്നോ? സിനിമനേക്കാളും ചോക്കായില്ലേ പോയതും സോ അങ്ങനെ നമ്മൾ കുറേ വർത്തമാനം പറഞ്ഞ് കുറേ ഇങ്ങനെ ചിരിച്ച് അലമ്പാക്കി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം വീട്ടിലെത്താനായിട്ട്, അതായത് ഇത് കല്ലമ്പാറ പാലമാണ്, നമ്മളിപ്പം പാലത്തിൽ കൂടിയാണ് കടന്നു പോയത്. സോ ഈ കല്ലമ്പാറ പാലം കഴിഞ്ഞ് മണ്ണൂർ വളവ് പ്രബോധിനി, അപ്പോൾ അവിടെ നിന്ന് ലേശം കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. സോ അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെ ഭയങ്കര ഫോഴ്സ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 2:40 ആവാനായി കേട്ടോ. അതായത് ഓർക്കണം 2:40 AM ആണ് ഗൈസ്. സോ അങ്ങനെ നമ്മൾ പടമൊക്കെ കണ്ട് വീട്ടിലെത്തിയിരിക്കുകയാണ് ഫൈനലി. ഇനിയിപ്പോൾ കഴിക്കാനോ ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി ഗൈസ്, അതാണ് അവസ്ഥ. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾ പടം കണ്ടോ, എന്താണ് നിങ്ങളുടെ റിവ്യൂ എന്നൊക്കെ പറയുക കേട്ടോ. നിങ്ങൾക്ക് പടമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നും കൂടെ പറയാം. പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണാം. മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ വീഡിയോസ് ആയിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അഭിരാമി പുഴയ്ക്കൽ. താങ്ക് യു സോ മച്ച്.